മൂന്നാം ക്ലാസ് അഖീദയിൽ പാദവാർഷിക പരീക്ഷയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെന്നും വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയാണിത്. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് തീർച്ചയാണ്. നമുക്ക് ചോദ്യങ്ങൾ വായിക്കാം. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം എന്നതാണ് ഒന്നാമത്തെ സെക്ഷൻ. നമുക്ക് ചോദ്യപേപ്പറിൽ കാണാം 3 ഘട്ടങ്ങളായി പാർട്ടുകളായി തിരിച്ച ഒരു കോളം കാണാം. അതിൽ ആദ്യത്തെ ഭാഗത്ത് മലക്കുകളുടെ ചുമതലകൾ എഴുതിയിട്ടുണ്ട്. സ്വർഗം കാക്കൽ, ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ, സൂർ എന്ന കാഹളത്തിലൂതൽ, ഇങ്ങനെ മലക്കുകളുടെ ചുമതലകൾ നൽകിയ ഒരു കോളവും അതിനുശേഷം ഫുൾ ബ്ലാങ്കായിട്ട് ഒരു കോളവും അതിനുശേഷം മൂന്നാമതായിട്ട് ഇസ്രാഫീൽ അലിഹിസ്സലാം, അസ്രായിൽ അലിഹിസ്സലാം, റിളുവാൻ അലിഹിസ്സലാം എന്നിങ്ങനെ മലക്കുകളുടെ പേരുകൾ നൽകിയ കോളവുമുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കോളത്തിലുള്ള സ്വർഗം കാക്കൽ. ഏത് മലക്കാണ് സ്വർഗം കാക്കൽ? റിളുവാൻ അലിഹിസ്സലാമിൻ്റെ ചുമതലയാണ് സ്വർഗം കാക്കൽ. അപ്പോൾ ഒന്നാമത്തെ കോളത്തിന് നേരെ നടുവിലുള്ള കോളത്തിൽ റിളുവാൻ അലിഹിസ്സലാം എന്നെഴുതുക. നമ്മളിവിടെ വളരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂന്നാമത്തെ കോളത്തിൽ നിന്നുള്ള മലക്കുകളുടെ പേരുകൾ എടുത്തിട്ട് രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. അല്ലാതെ ഒന്നാമത്തെ കോളത്തിൽ നിന്ന് ചുമതലകളല്ല നേരെ എടുത്ത് എഴുതേണ്ടത്. പകരം മൂന്നാമത്തെ കോളത്തിലുള്ള മലക്കുകളുടെ പേരുകളാണ് ഈ ഒഴിഞ്ഞ കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. രണ്ടാമത് ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന മലക്ക് മുൻകർ നക്കീർ അലൈഹിസ്സലാമാണ്. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്ന് എഴുതുക. 3 സൂർ എന്ന കാഹളത്തിൽ ഊതുന്നത് ആര്? ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. ഉത്തരം ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്നാണ്. അപ്പോൾ മൂന്നാമത്തെ കോളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന് എഴുതുക. 4 റൂഹുകൾ പിടിക്കുന്നത് ആരാണ്? അസ്രായിൽ അലൈഹിസ്സലാമാണ് റൂഹ് പിടിക്കുന്നത്. അപ്പോൾ നാലാമത്തെ കോളത്തിൽ അസ്രായിൽ അലൈഹിസ്സലാം എന്ന് എഴുതുക. അഞ്ചാമതായിട്ട് നന്മയും തിന്മയും എഴുതുന്നത് റഖീബ് അതീദ് അലൈഹിസ്സലാമാണ്. അപ്പോൾ ഉത്തരം റഖീബ് അതീദ് അലൈഹിസ്സലാം. ആറാമത് നരകം കാക്കൽ ഏതു മലക്കാണ്? മാലിക് അലൈഹിസ്സലാം. മാലിക് അലൈഹിസ്സലാമിൻ്റെ ചുമതലകളാണ് നരകം കാക്കൽ. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 10 മലക്കുകളുടെ പേരുകളും അവരുടെ ചുമതലകളുമുണ്ട് രണ്ടാം പാഠത്തിൽ. അവ മുഴുവനും നമ്മുടെ കുട്ടികൾ കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്തായാലും മലക്കുകളുടെ ചുമതലകളും പേരുകളും എഴുതേണ്ടി വരും. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ എന്തായാലും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകും. രണ്ടാമത്തെ സെക്ഷൻ ശരിയെന്ന് അടയാളം നൽകാം. അതിൽ 4 ഉപചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഈമാൻ കാര്യങ്ങൾ എത്ര എണ്ണമാണ്? 6 ആകുന്നു, 8 ആകുന്നു. 2 ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. രണ്ടാമത്തെ ചോദ്യം മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടു എന്തുകൊണ്ട് എന്നതാണ് ഉത്തരം. പ്രകാശം കൊണ്ട്. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശം കൊണ്ടാണ്. ഉത്തരം പ്രകാശം കൊണ്ട്. അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം ഖുർആൻ അവതരണം ഓപ്ഷനുകളുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ 25 വർഷം, രണ്ടാമത്തത് 23 വർഷം. ഉത്തരം 23 വർഷം. ഖുർആൻ അവതരണം പൂർത്തിയായത് 23 വർഷം കൊണ്ടാണ്. നാലാമത്തെ ചോദ്യം തൗറാത്തിൻ്റെ ഭാഷ ഏത്? ഹിബ്രു. ഉത്തരം ഹിബ്രു ഭാഷയാണ് ശരി. തൗറാത്തിൻ്റെ ഭാഷ ഹിബ്രു ഭാഷ. ഹിബ്രു ഭാഷക്ക് ഇബ്രാനി എന്ന് പറയും. ഇബ്രാനി എന്നും ഹിബ്രു ഭാഷക്ക് പറയും. അതുകൊണ്ട് ഇത് രണ്ടും പഠിക്കണം. ഹിബ്രു, ഇബ്രാനി. തൗറാത്തിൻ്റെ ഭാഷ ഏതാണ്? ഹിബ്രു ഭാഷയാണ്. മൂന്നാമത്തെ സെക്ഷൻ ഉത്തരം എഴുതാം. 4 ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിനെ? ഉത്തരം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഒന്നാം പാഠം ഈമാൻ കാര്യങ്ങൾ എന്ന പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിനെ? ഉത്തരം വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. രണ്ടാമത്തെ ചോദ്യം ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്?
ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും അനിവാര്യമാണ്. നമ്മുടെ പാഠം 3 കിതാബുകൾ എന്ന പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്ത്? ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും അനിവാര്യമാണ് എന്നതാണ് ഉത്തരം. 3ാമത്തെ ചോദ്യം, ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ഉത്തരം, ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഖുർആൻ മാർഗനിർദ്ദേശമാണ്. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും ഖുർആൻ മാർഗനിർദ്ദേശമാണ്. 4ാമത്തെ ചോദ്യം, മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 2 എണ്ണം എഴുതുക. ഇവിടെ എഴുതിയത് അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. 2, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ, വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല, ക്ഷീണമോ മടിയോ അവർക്കില്ല. നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ, വിശേഷണങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഓർമ്മയിലുള്ള 2 എണ്ണം നമ്മൾ എഴുതുക. 4ാമത്തെ സെക്ഷൻ, വ്യക്തമാക്കാം. അതിൽ 4 ഉപചോദ്യങ്ങളാണ് വരുന്നത്. ഒന്നാമത്, അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്ര? അള്ളാഹു ഇറക്കിയ കിതാബുകൾ എത്ര? 4 കിതാബുകൾ. രണ്ടാമത്, ഏടുകൾ എത്ര? 100 ഏടുകൾ ഇറക്കിയിട്ടുണ്ട്. അള്ളാഹു ഇറക്കിയ ഏടുകൾ 100 എണ്ണവും കിതാബ് 4 കിതാബുകളുമാണ്. 2ാമത്തെ ചോദ്യം, സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? നമുക്കറിയാം, ദാവൂദ് നബി അലൈഹിസ്സലാമിനാണ് സബൂർ ഇറക്കിയത്. 3ാമത്തെ ചോദ്യം, ഈമാൻ കാര്യങ്ങളിൽ 2ാമത്തേത് ഏത് ആണ്? ഈമാൻ കാര്യങ്ങളിൽ 2ാമത്തേത് ഏതാണ്? ഉത്തരം, മലക്കുകളിൽ വിശ്വസിക്കൽ. മലക്കുകളിൽ വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ നിന്ന് 2ാമത്തേത്. 4ാമത്തെ ചോദ്യം, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് 1 എഴുതുക. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് 1 എഴുതുക. അവന് എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. അവന് ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. പാഠം 1 ഈമാൻ കാര്യങ്ങളിലെ അവസാന പാരഗ്രാഫിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് 1 എഴുതുക. നമ്മൾ ഒന്നാമത്തെ പാഠം ഈമാൻ കാര്യങ്ങളിൽ 2ാമത്തെ പാരഗ്രാഫിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ പറയുന്നുണ്ട്. മുഴുവൻ ലോകത്തെയും പടച്ചത് പരിപാലിക്കുന്നത് അള്ളാഹു ആകുന്നു. അവന് ഒരുവനാണ്. ഒരു വിശേഷം ഇതാണ്, അവന് ഒരുവനാണ്. അവന് ഒരു കൂട്ടുകാരുമില്ല. അവന് ആദ്യവും അവസാനവുമില്ലാത്തവനാണ്. അവന് ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അവനെ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിമിതിയും ഇല്ല. നമ്മൾ ഒരുപാട് സിഫത്തുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ നിന്ന് 1 എഴുതേണ്ടത്. നമുക്കിങ്ങനെ എഴുതാം, അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. 5ാമത്തെ സെക്ഷൻ പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ 2 ചോദ്യങ്ങളുണ്ട്. അതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ 5ാമത്തേതിലേക്ക് കടക്കാം. 5ാമത്തെ സെക്ഷൻ പൂരിപ്പിക്കാം. 1ാമത്തെ ചോദ്യം, ഈമാനുന ബില്ലാഹി വൽ മലായികതി വൽ കുതുബി വർ റുസുലി വയൗമിത് തഹ്ലുക. 2ാമത്തെ ചോദ്യം, ഇന്നാ നഹ്നു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു ബ്ലാങ്ക്, അതിനുശേഷം ലഹാഫിളൂൻ എന്ന അവസാനമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് 2 വരികൾ വിട്ടുപോയിട്ടുണ്ട്. അതിങ്ങനെയാണ്, നസ്സൽന ദിക്റ വ ഇന്നാ ലഹു എന്നതാണ് വിട്ടുപോയത്. മുഴുവനായിട്ട് വായിക്കുമ്പോൾ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പാഠം 4 ഫുർഖാനുൽ അളീം എന്നതിൽ നിന്ന് 11ാമത്തെ പേജിൽ നിന്നാണ് ഈ ചോദ്യം വന്നത്. ഇന്നാ നഹ്നു നസ്സൽന
الذكر وإنا له لحافظون. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മുൻകഴിഞ്ഞ പരീക്ഷയിൽ വന്നിട്ടുള്ളത്. ഇത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നാണ് അഖീദയിൽ ഈ ചോദ്യങ്ങൾ വന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 4 പാഠങ്ങളാണ് 3-ാം ക്ലാസ് അഖീദയിൽ പരീക്ഷയ്ക്കുള്ളത്. അതിൽ നിന്ന് എല്ലാ പാഠങ്ങളിൽ നിന്നും മുൻകഴിഞ്ഞ പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ മറ്റു വിഷയങ്ങളും ഇങ്ങനെ വിശകലനം ചെയ്യുന്ന വീഡിയോ ഉടൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.